നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഏപ്രിൽ മാസം 7-ാം തീയതി ഞായറാഴ്ച മുതൽ 13-ാം തീയതി ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. കുറച്ചധികം ആഴ്ചകളായി ആഴ്ചഫലത്തിൻ്റെ വീഡിയോ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള, നല്ല രീതിയിൽ ഗൃഹപാഠം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ആഴ്ചഫലം. എന്തായാലും ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 12-ലാണ് നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുക വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ നല്ല ഫലം ലഭിക്കാത്ത ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ഓരോരോ കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ ശ്രീ മഹാദേവനെയും മഹാഗണപതി ഭഗവാനെയും മനസ്സിരുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. 11-ലാണ് ചൊവ്വ നിൽക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ജനപദ അധികാര ലാഭം ഉണ്ടാവുക, പുതിയ അധികാര സ്ഥാനങ്ങൾ ലഭിക്കുക, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലവിധേന സുഖങ്ങൾ അനുഭവിക്കുക, പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ അനുകൂലമായിട്ട് വരിക. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 10-ാം തീയതി വരെ ജന്മത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് ഒരു പരിധിവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഏപ്രിൽ 10-ാം തീയതിക്ക് ശേഷം ബുധൻ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ 2-ലേക്കല്ല വരുന്നത്. ബുധന് വക്രഗതിയാണ്. 10-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരുന്ന ബുധനെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, അതേപോലെ തന്നെ പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും 12-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കലഹം ഉണ്ടാവുക, ബുദ്ധിമാന്ദ്യം ഉണ്ടാവുക. ബുധനെ കൊണ്ടും 10-ാം തീയതി വരെ കലഹം എന്ന മോശഫലത്തെ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ ബുദ്ധിമാന്ദ്യം ഉണ്ടാവുക. ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, ആ നല്ല ബുദ്ധി നമുക്ക് ആ സമയത്ത് തോന്നാത്ത അവസ്ഥ, നമുക്ക് ധനപരമായിട്ട് ചെലവുകൾ കൂടുക. അപ്പൊ ഈ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും ഗുരുവായൂരപ്പനെ തന്നെയാണ് കേട്ടോ മനസ്സിരുത്തി പ്രാർത്ഥിക്കേണ്ടത്. ബുധനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും മഹാവിഷ്ണു അംശാവതാരങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. ഞാൻ പൊതുവെ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ തന്നെ, നാമം ജപിച്ചാൽ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും, ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. 12-ൽ ശുക്രൻ നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നത് 11-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടാണ്. കുറച്ചു കാലമായിട്ട് ശനി 11-ലാണ്. വളരെ നല്ല ഫലത്തെയാണ് മേടക്കൂറുകാർക്ക് 11-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക, ധനലാഭം വന്നു ചേരുക, നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും കൂടുക, അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. എന്തായാലും മേടക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ, നമ്മളൊട്ടും ആഗ്രഹിക്കാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ, ദുഃഖങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. കാർത്തിക മുക്കാല രോഹിണി മകീരത്തര ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ നിൽക്കുന്നത് 11-ലാണ്. 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക്
എത്തിപ്പെടുക എന്നൊക്കെയാണ് അർത്ഥമെങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവാണ്. നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം ഉണ്ടാവുക, രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥ, വളരെ നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 10-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 10-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ഇടവക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പല വിധത്തിലും ദ്രവ്യലാഭം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കർമ്മസിദ്ധി വന്നു ചേരുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. അപ്പൊ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ വളരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന ഒരു കാലയളവാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. അതായത് ഭൂമിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങളെല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവാണ് 10-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. ഏപ്രിൽ 10-ാം തീയതി വരെ ബുധൻ 12-ലാണ് നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. 10-ാം തീയതിക്ക് ശേഷം ബുധൻ 12-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ ജന്മത്തിലേക്കല്ല വരുന്നത്. ബുധന് വക്രഗതിയാണ്, 11-ലേക്കാണ് വരുന്നത്. 11-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ വാക്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, കാര്യജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക, നല്ല അനുഭവം നമുക്ക് വന്നു ചേരുക, നമ്മളുടെ കുടുംബത്ത് സന്തോഷം അനുഭവിക്കുക. അതായത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക, പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക. ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക, നല്ല മാർക്ക് ലഭിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. വളരെ നല്ല ഫലത്തെയാണ് 11-ലേക്ക് ബുധൻ വരുമ്പോൾ ഇടവക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് ഇടവക്കൂറുകാർക്ക് 12-ലാണ് വ്യാഴം. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പല വിധേന വഴി നടക്കലുണ്ടാവുക, അലച്ചിലുണ്ടാവുക, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന്. അപ്പൊ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം, ഇപ്പൊ ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിച്ചു, വ്യാഴത്തെ കൊണ്ട് മോശഫലത്തെ സൂചിപ്പിച്ചു. പല ഗ്രഹങ്ങളെ കൊണ്ടും അവർക്ക് ഇഷ്ടമായിട്ടുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുക. ഗ്രഹങ്ങൾക്ക് ബലമില്ലാതെ നിൽക്കുമ്പോൾ മോശഫലത്തെയുമാണ് സൂചിപ്പിക്കുക. പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഇടവക്കൂറുകാർക്ക് 11-ലാണ് ശുക്രൻ നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ബന്ധുഗുണം അനുഭവിക്കുക. കുറച്ചു കാലമായിട്ട് ഇടവക്കൂറുകാർക്ക് ശനി 10-ലാണ് നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കണ്ടകശനി സ്ഥാനമാണ്. കണ്ടകശനി സ്ഥാനത്ത് ശനി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കർമ്മസിദ്ധി എന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള ഫലമൊക്കെ നമുക്ക് വന്നു ചേരും, പക്ഷേ അതിനനുസരിച്ച് ധനം വന്നു ചേരാത്തൊരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ധനം അതേപോലെ തന്നെ ചെലവ് വന്നു ചേരുക. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ 10-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് വിദ്യാപരമായിട്ട് സൂചിപ്പിച്ചത് എങ്കിലും ശനിയെ കൊണ്ട് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യയ്ക്കും യശസ്സിനും ഒരു ഹാനി വരുന്ന ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 10-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പസ്വാമിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമഃ എന്നുള്ള നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഫലം കിട്ടും. ഈ മോശമായിട്ടുള്ള ഫലത്തെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും, ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും ഇടവക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മകീരത്തര, തിരുവാതിര, പുണർന്നം, മുക്കാലും മിഥുനക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ നിൽക്കുന്നത് 10-ലാണ്. 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലായിടവും വിജയം വന്നു ചേരുക, അതേപോലെ തന്നെ കർമ്മസിദ്ധി വന്നു ചേരുക. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലം, അതായത് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക. അപ്പൊ ഈ 10-ാം ഭാവം കൊണ്ടാണ് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ജോലി ആഗ്രഹിക്കുന്നവര്
10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 10-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് 9-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. 9-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് 9. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക, അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള നല്ല ഫലം അനുഭവിക്കാൻ യോഗമില്ലാത്തൊരവസ്ഥ, അതായത് കാര്യപരാജയം വന്നു ചേരുക, പലവിധ വ്യാധികൾ അനുഭവിക്കുക. അപ്പൊ ഈ 9-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 10-ാം തീയതി വരെ ബുധൻ 11-ലാണ്, വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. വളരെ നല്ല രീതിയിൽ തന്നെ വാഗ്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, നല്ല ഫലം അനുഭവിക്കുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക. ഏത് കാര്യങ്ങൾക്കും നിപുണത വന്നു ചേരുക, സാമർഥ്യം വന്നു ചേരുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെയാണ് ബുധൻ 11-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂചിപ്പിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു മിഥുനക്കൂറുകാർക്ക്. 11-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ 10-ാം തീയതിക്ക് ശേഷം 12-ലേക്കല്ല വരുന്നത്, വക്രഗതിയാണ് ബുധന്, 10-ലേക്കാണ് വരുന്നത്. 10-ലേക്ക് ബുധൻ വരുന്നതും മിഥുനക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൊഴിൽപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ചേരുക, സ്ഥാന ഔന്നിത്യം ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അപ്പോൾ ബുധൻ 11-ൽ നിൽക്കുന്നതും 10-ൽ നിൽക്കുന്നതും മിഥുനക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് വ്യാഴം 11-ലാണ്, നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഇഷ്ടകാര്യ ലാഭം, നമ്മൾ ആഗ്രഹിക്കുന്ന പലവിധ കാര്യങ്ങളും നമുക്ക് അനുഭവിക്കാനിട വരിക, അതുപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക. വളരെ നല്ല ഫലത്തെയാണ് വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ 10-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത് മിഥുനക്കൂറുകാർക്ക്. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നതും അപമാനം ഉണ്ടാവുന്നതും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ കലഹം എന്ന മോശഫലം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്നും മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സ്വധർമാചരണത്തിന് വിഘ്നങ്ങൾ വന്നു ചേരുക, നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരിക, അതേപോലെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളും കുറയുക. ഭാഗ്യസ്ഥാനമാണ് 9. അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ഭാഗ്യങ്ങൾ വന്നു ചേരണം അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ വേണ്ടിയിട്ട് ചൊവ്വയും 9-ലാണ് നിൽക്കുന്നത്. 9-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും മോശഫലത്തെ സൂചിപ്പിച്ചു, 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടും മോശഫലത്തെ സൂചിപ്പിച്ചു. അപ്പോൾ 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അയ്യപ്പനെയും മഹാദേവനെയാണ് മനസ്സിലെത്തി വിചാരിക്കേണ്ടത്. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമ പഞ്ചാക്ഷരമൊക്കെ കുറച്ച് കൂടുതൽ ജപിച്ചു കഴിഞ്ഞാൽ ഈ 9-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും, മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പുണർതം കാലപൂയം ആയില്യം കർക്കിടകക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ്. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറച്ച് കുറയുക. അതേപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 8-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ഈ അപമാനം എന്ന മോശഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ അപമാനം എന്ന മോശഫലം വന്നു ചേരുവാനായിട്ടുള്ള ഫലപ്രാപ്തി കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എട്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ മനോവിഷമങ്ങൾ, മനോദുഃഖങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയും എട്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 9ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടുള്ള മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യസ്വാമിയും ഒക്കെ മനസ്സിലെത്തി വിചാരിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ മോശഫലങ്ങളെ ഇല്ലാതാക്കി വളരെ നല്ല ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഏപ്രിൽ 10-ാം തീയതി വരെ ബുധൻ 10-ലാണ് നിൽക്കുന്നത്. കർമ്മസ്ഥാനമായിട്ടുള്ള 10-ൽ ബുധൻ നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഫലം, നമ്മളുടെ തൊഴിലെടുത്ത് സ്ഥാന അഭ്യുന്നതി വന്നു ചേരുക, സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, അതായത് പ്രമോഷനൊക്കെ ലഭിക്കുന്ന നല്ല ഫലത്തെയാണ് 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 10-ാം തീയതി വരെയാണ് കേട്ടോ. 10-ാം തീയതിക്ക് ശേഷം ബുധൻ 11-ലേക്കല്ല വരുന്നത്, 9-ലേക്കാണ് വരുന്നത്. ബുധന് വക്രഗതിയാണ്. 9-ലേക്ക് വരുമ്പോൾ രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. കുറച്ചു കാലമായിട്ട് വ്യാഴം 10-ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ബുധൻ 10-ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണല്ലോ സൂചിപ്പിച്ചത്. പക്ഷെ വ്യാഴം 10-ൽ നിൽക്കുമ്പോൾ കർമ്മവൈകല്യം ഉണ്ടാവുക എന്നുള്ളൊരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല ഫലം നമുക്ക് വന്നു ചേരാത്തൊരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെയും മനസ്സിലെത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്തായാലും ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശുക്രൻ നിൽക്കുന്നത് കർക്കിടകക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ധർമ്മകാര്യസിദ്ധി ഉണ്ടാവുക, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. അപ്പൊ ഈ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെ സൂചിപ്പിച്ചു, സൂര്യനെ കൊണ്ട് മോശഫലത്തെയും സൂചിപ്പിച്ചു. അപ്പൊ ഈ ചന്ദ്രാന് പറയുന്നതായിട്ടുള്ള ഈ ഫലം നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ജാതകസ്ഥിതി മനസ്സിലാക്കി കഴിഞ്ഞാലാണ്. കുറച്ചു കാലമായിട്ട് 8-ലാണ് ശനി നിൽക്കുന്നത്. ശനിയെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നതെന്ന് കർക്കിടകക്കൂറുകാർക്ക് തന്നെ അറിയാം. കുറച്ചൊരു ദൈവാധീന കുറവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാവുക, ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് വന്നു ചേരാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവരോട് അകന്നു നിൽക്കുവാനായിട്ട് തോന്നുക, സ്വജനങ്ങളോട് അകന്നു നിൽക്കുക, ധനപരമായിട്ടും ചെലവുകൾ കൂടുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. കുറച്ചു കാലമായിട്ട് 8-ലാണ് ശനി. ഈ മോശഫലത്തെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുന്നത്തെ ആഴ്ചയും കുറച്ച് കാലമായിട്ട് തന്നെ പറയുന്നത് അല്ലേ. അപ്പൊ ഈ ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രീ അയ്യപ്പസ്വാമിയെ മഹാദേവനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അയ്യപ്പസ്വാമിയെ മനസ്സിലെത്തി വിചാരിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമ എന്നുള്ള നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ശനിയെ കൊണ്ടുള്ള മോശഫലത്തെയും നമുക്ക് കുറച്ച് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എല്ലാം ഇല്ലാതാക്കുവാനായിട്ട് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ആർക്കാണെങ്കിലും പറ്റില്ലല്ലോ. കുറച്ച് ദുരിതങ്ങളൊക്കെ എന്തായാലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ അനുഭവിക്കാനിട വരും അല്ലേ. എന്തായാലും കർക്കിടകക്കൂറുകാരുടെ ഗ്രഹപിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കർക്കിടകക്കൂറുകാരുടെ ഫലത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പല ഗ്രഹങ്ങളെ കൊണ്ടും മോശഫലത്തെ തന്നെയാണല്ലോ സൂചിപ്പിച്ചത്. ഇങ്ങനെയുള്ളതായിട്ടുള്ള മോശഫലത്തെയാണല്ലോ ചന്ദ്രാന് സൂചിപ്പിച്ചത് എന്ന് വിചാരിച്ച് മനസ്സ് വിഷമിക്കുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ തുടരുക. നല്ല രീതിയിൽ തന്നെ ഈശ്വരാധീനം വന്നു ചേരും. ഈശ്വര സേവ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പല ദുരിതങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാതെ നമ്മൾ ആരാധിക്കുന്ന ഈശ്വരന്മാർ തന്നെ നമ്മളെ കാത്തുകൊള്ളും എന്ന് മനസ്സിലാക്കുക. മകം പൂരം ഉത്രം കാല ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന വാരം 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക, അതായത് നമ്മളുടെ കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഉദരവ്യാധി ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ഏപ്രിൽ 10-ാം തീയതി വരെ 9-ലാണ് ബുധൻ നിൽക്കുന്നത്. രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. 10-ാം തീയതിക്ക് ശേഷം 9-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ 10-ലേക്കല്ല വരുന്നത്, 8-ലേക്കാണ് വരുന്നത്. വക്രഗതിയാണ് ബുധന്. 8-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 10-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് വരുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് പറയുന്നത് കാര്യവിജയം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഫലം നമുക്ക് ജീവിതത്തിൽ അനുഭവവേദ്യയായിട്ട് വരിക.
നമ്മളുടെ സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ധനപുഷ്ടി വന്നു ചേരുക, മനസന്തോഷം വന്നു ചേരുന്ന ഒരു കാലയളവാണ് 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ചന്ദ്രാല് സൂചിപ്പിക്കുന്നത്. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് 10-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് ബുധൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് വ്യാഴം നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. നല്ല രീതിയിൽ തന്നെ ഭാഗ്യങ്ങൾ വന്നു ചേരുക. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ലക്ക് ഫാക്ടറാണല്ലോ കൂടുതലും വേണ്ടത് ഒരു പരിധിവരെ, അല്ലേ? അപ്പോൾ 9-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ഭാര്യ ഭർത്തൃ സുഖം അനുഭവിക്കുക. അതായത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. സന്താന ലാഭം വന്നു ചേരുക, സന്താന സുഖം വന്നു ചേരുക, ആജ്ഞാസിദ്ധി ഉണ്ടാവുക, ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുവാനായിട്ടുള്ള കഴിവ്, എല്ലാ കാര്യങ്ങളിലും സാമർഥ്യവും നിപുണതയും ഒക്കെ വന്നു ചേരുന്ന ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് 9-ൽ വ്യാഴം നിൽക്കുമ്പോൾ. 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക, ഗൃഹം മോടി പിടിപ്പിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുന്ന ഒരു നല്ല ഫലത്തെയും 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു കാലമായിട്ട് 7-ൽ ശനി നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് തന്നെ അറിയാം. 7-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദുർജന സംസർഗം വന്നു ചേരുക. അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ വന്നു ചേരുക. അതേപോലെ തന്നെ വിചാരിക്കാതെ തന്നെ ദൂരദേശ യാത്രയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഉത്രം മുക്കാല അത്തം ചിത്തിരാര കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന വാരം 7-ലാണ് സൂര്യൻ നിൽക്കുന്നത്. ഉദരവ്യാധി വന്നു ചേരുക, വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുവാനായിട്ട് ശ്രമിക്കുക, വഴിനടക്കലുണ്ടാവാനായിട്ടുള്ള അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു. 6-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അനുകൂലമായിട്ട് വന്നു ചേരുക. ഭൂമി സംബന്ധമായിട്ട് വ്യവഹാരങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഭൂമിയിൽ നിന്ന് ആദായം വന്നു ചേരുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന വളരെ നല്ല ഫലത്തെയാണ് 6-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് കന്നിക്കൂറുകാർക്ക്. ഏപ്രിൽ 10-ാം തീയതി വരെ ബുധൻ 8-ലാണ് നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല ഫലം നമുക്ക് ജീവിതത്തിൽ അനുഭവവേദ്യമായിട്ട് വരിക. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ മനസന്തോഷം വന്നു ചേരുന്ന വളരെ നല്ല ഫലത്തെയാണ് 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 10-ാം തീയതിക്ക് ശേഷം 8-ൽ നിന്ന് 9-ലേക്കല്ല ബുധൻ വരുന്നത്, 7-ലേക്കാണ്. 7-ലേക്ക് വരുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കലഹം വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ കലഹം വന്നു ചേരുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. കലഹം വന്നു ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഉള്ള സമാധാനം കൂടി ഇങ്ങോട്ട് പോകും, അല്ലേ? അപ്പം നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. കുറച്ചു കാലമായിട്ട് വ്യാഴം 8-ലാണ് നിൽക്കുന്നത്. നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കഠിനങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ, വ്യാധികൾ, ഈ മോശമായിട്ടുള്ള ഫലങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി വിചാരിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക. 7-ലായിട്ട് നിൽക്കുന്നതായ ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ്. എന്തായാലും കന്യാക്കൂറുകാർക്ക് 6-ലാണ് ശനി നിൽക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റു പല ഗ്രഹങ്ങളെ കൊണ്ടും മോശമായിട്ടുള്ള ഫലങ്ങളെ സൂചിപ്പിച്ചു എങ്കിൽ പോലും 6-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് കുറച്ചു കാലമായിട്ട് തന്നെ ശനി 6-ലാണ്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുനാശം ഉണ്ടാവുക, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. അതേപോലെ തന്നെ ഏതെങ്കിലും രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു എങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം മുക്തി വന്നു ചേരുന്ന ഒരു കാലയളവാണ്.
എന്തായാലും കന്നിക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ ഇല്ലാതാക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ചിത്തിര ചോതി വിശാഖം മുക്കാല് തുലാക്കൂറുകാർക്ക് 6ലാണ് സൂര്യൻ നിൽക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രു ദുഃഖ രോഗശമനം. ശത്രുക്കൾ നിമിത്തം തന്നെ ഏതെങ്കിലും ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ അതെല്ലാം ഇല്ലാതെയാകുന്ന കാലയളവ്. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് മുക്തി വന്നു ചേരുന്ന കാലയളവ്. അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് 6ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 6ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലത്തിന്റെ കുറച്ച് നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് 5ൽ ചൊവ്വ നിൽക്കുമ്പോൾ. ശത്രുക്കൾ നിമിത്തം നമുക്ക് ഉപദ്രവം വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം, അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം. മാനസികമായിട്ടുള്ള ഭയം മോശഫലമാണല്ലോ. അതേപോലെ തന്നെ സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെയും 5ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഏപ്രിൽ 10-ാം തീയതി വരെ ബുധൻ 7ൽ നിൽക്കുമ്പോൾ കലഹം എന്ന മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കലഹം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക, നല്ല വാക്കുകൾ സംസാരിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 10-ാം തീയതിക്ക് ശേഷം 7ൽ നിന്ന് 8ലേക്കല്ല, അത് 6ലേക്കാണ്. ബുധന് വക്രഗതിയാണ്. വളരെ നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത്. കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് ജീവിതത്തിൽ അനുഭവവേദ്യമായിട്ട് വരിക, സ്ഥാന അഭ്യുന്നതി വന്നു ചേരുക, പലവിധ സൗഭാഗ്യങ്ങളും നല്ല രീതിയിൽ തന്നെ അനുഭവിക്കുക. തുലാക്കൂറുകാർക്ക് കുറച്ചു കാലമായിട്ട് 7ലാണ് വ്യാഴം നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു, ഈശ്വരാധീനത്തെ തന്നെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, വേണ്ട ബുദ്ധി വേണ്ട സമയത്ത് തന്നെ നമുക്ക് തോന്നുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. വളരെ നല്ല ഫലമാണ് 7ൽ വ്യാഴം നിൽക്കുമ്പോൾ. കുറച്ചു കാലമായിട്ട് വ്യാഴം 7ലാണ് നിൽക്കുന്നത് എന്നും പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 6ലാണ് ശുക്രൻ നിൽക്കുന്നത്. അത്ര നല്ല ഫലമല്ല സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കുക, ശത്രുക്കളുടെ ഉപദ്രവം വന്നു ചേരുക, അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും എപ്പോഴും ചോറ്റാനിക്കര ഭഗവതി ഒന്നും പോയി തൊടാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കും നമുക്ക്. ഈ സ്തോത്രത്തിൻ്റെ അർത്ഥമൊക്കെ ഞാൻ പല വീഡിയോയിലും പറയേണ്ടതുണ്ട്. 5ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശഫലത്തെയും സൂചിപ്പിക്കുന്നു. എന്തായാലും തുലാക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പുതിയതായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സർവജ്ഞേ സർവവരതേ. സർവജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാ അറിയുന്ന ഭഗവതി. സർവവരതേ എന്ന് പറഞ്ഞാൽ എല്ലാ വരങ്ങളും തരുന്ന ഭഗവതി. സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി, ദുഷ്ടന്മാർക്ക് ഭയങ്കരിയായിട്ടുള്ള ഭഗവതി. സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി. സർവസ്യ ആർത്തി, ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നുണ്ട്, അതുപോലെ ദുരാഗ്രഹം എന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ദുഃഖങ്ങളെയും ദുരാഗ്രഹങ്ങളെയും ഹരേ ദേവി, നശിപ്പിക്കുന്ന ഭഗവതി, അങ്ങനെയുള്ളതായിട്ടുള്ള നാരായണിയെ ഞാൻ നമിക്കുന്നു, ഭജിക്കുന്നു എന്നാണ് ആ സ്തോത്രത്തിന്റെ അർത്ഥം. സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. വിശാഖം കാലകാരിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് 5ലാണ് സൂര്യൻ നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രു രോഗ ദുഃഖ ദുരിതങ്ങൾ വന്നു ചേരുക, ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക, കുറച്ച് മോശഫലമാണല്ലോ. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. 4ലാണ് ചൊവ്വ നിൽക്കുന്നത്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദുർജന സംസർഗം വന്നു ചേരുക, അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും വന്നു ചേരുക. അതേപോലെ തന്നെ ഉദരരോഗം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു. ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. 10-ാം തീയതി വരെ 6ലാണ് ബുധൻ നിൽക്കുന്നത്. നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനിട വരിക. 10-ാം തീയതിക്ക് ശേഷം 6ൽ നിന്ന് 7ലേക്കല്ല ബുധൻ വരുന്നത്, 5ലേക്കാണ് വരുന്നത്. 5ലേക്ക് ബുധൻ വരുന്നത് അത്ര നല്ല ഫലമല്ല. ഭാര്യ പുത്ര കലഹം ഉണ്ടാവുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക, കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത്
നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കലഹം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 6ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗം ഇല്ലാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മോശഫലത്തെ ഒഴിവാക്കി നല്ല ഫലം, നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ വേണ്ടിയിട്ട്, ആ ഫലം അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. 5ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ധനലാഭം ഉണ്ടാവുക, സന്താന സൗഖ്യം വന്നു ചേരുക, സന്താന ലാഭം വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ബന്ധുഗുണം അനുഭവവേദ്യമായിട്ട് വരിക, ഗുരുജനങ്ങളുടെ, നമ്മളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വന്നു ചേരുക. കുറച്ചു കാലമായിട്ട് 4ലാണ് ശനി. 4ൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വൃശ്ചികക്കൂറുകാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ദുർബുദ്ധി വന്നു ചേരുക. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ദുർബുദ്ധി വന്നു ചേരരുത് അല്ലേ. ഓരോ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുവാൻ വേണ്ടിയിട്ട് കൗടില്യങ്ങളായിട്ടുള്ള ബുദ്ധി വന്നു ചേരുക, അത് ഒരിക്കലും വരരുത്. അതുപോലെ തന്നെ കലഹം വന്നു ചേരുക, കലഹം ഉണ്ടാവുക, ഭാര്യ കലഹം, ഭർത്തൃകലഹം, ധനനാശം, ധനപരമായിട്ട് വിചാരിക്കാതെ തന്നെ ചെലവ് വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അയ്യപ്പനെയും മഹാദേവനെയും വളരെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക. ശനൈശ്വരായ നമഃ എന്നുള്ള നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലത്തെ വൃശ്ചികക്കൂറുകാർക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മൂലം, പൂരാടം, ഉത്രാടം കാല ധനുക്കൂറുകാർക്ക് 4ലാണ് സൂര്യൻ നിൽക്കുന്നത്. 4ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുക. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുക. അത് മോശഫലമാണല്ലോ. അപ്പോൾ ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാഗണപതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന, അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ, വിചാരിക്കാതെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. അതിനാൽ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രീ മഹാദേവനെയാണ് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കേണ്ടത്. കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷര നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലത്തെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. 3ലാണ് ചൊവ്വ നിൽക്കുന്നത്. ധാതുദ്രവ്യപ്രാപ്തി ഉണ്ടാവുക, നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഫലം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വന്നു ചേർന്ന് കഴിഞ്ഞാൽ തന്നെ പലവിധ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വരുമല്ലോ. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വ്യവഹാരങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. 3ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഫലമാണ്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത വളരെ ഗംഭീരമായിട്ടുള്ള ഫലം. ഏപ്രിൽ 10-ാം തീയതി വരെ 5ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഭാര്യ പുത്ര കലഹം ഉണ്ടാവുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക, കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കലഹം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. 10-ാം തീയതിക്ക് ശേഷം 5ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ 6ലേക്കല്ല വരുന്നത്, 4ലേക്കാണ് വരുന്നത്. ബുധന് വക്രഗതിയാണ്. 4ലേക്ക് ബുധൻ വരുന്നത്, അതായത് 10-ാം തീയതിക്ക് ശേഷം 4ലേക്ക് ബുധൻ വരുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 5ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് പറയുന്നത്. ബന്ധു കുടുംബാഭിവൃദ്ധി വന്നു ചേരുക, ബന്ധുക്കളോട് യോജിച്ച് നിൽക്കുക. അതേപോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ധനക്കൂറുകാർക്ക് 5ലാണ് വ്യാഴം നിൽക്കുന്നത് എന്നും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ധനക്കൂറുകാർക്ക് തന്നെ അറിയാം. എല്ലാം ലാഭമാണ് പറയുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ഗൃഹലാഭം വന്നു ചേരുക, സന്താന ഗുണം വന്നു ചേരുക, സന്താന ലാഭം വന്നു ചേരുക, വിശേഷപ്പെട്ടതായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇതൊക്കെ അണിയുവാനായിട്ട് സാധിക്കുക. 5ൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല ഫലത്തെയാണ് ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 4ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും വളരെ നല്ല ഫലം. ഇന്ദ്രനെ പോലെ ശക്തിയൊക്കെ ഉണ്ടാവുന്ന പറയുക. ഇന്ദ്രൻ്റെ അത്രയൊന്നും ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. എന്തായാലും നമ്മുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടും. നമ്മുടെ ബന്ധുക്കളോടുകൂടി സുഖമായിട്ട് വസിക്കുന്ന നല്ല ഫലത്തെയാണ് 4ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 3ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടും ധനുക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് പറയുന്നത്.
ഏതെങ്കിലും രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം മുക്തി വന്നു ചേരുന്ന ഒരു കാലയളവ്, സർവാഭീഷ്ട സിദ്ധിയാണ് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക. എന്തായാലും ധനുക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര മകരക്കൂറുകാർക്ക് ഈ വരുന്ന വാരം 3-ലാണ് കേട്ടോ സൂര്യൻ നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, നല്ല രീതിയിൽ ആരോഗ്യം വന്നു ചേരുക, എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഫലമാണ്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. സ്ഥാനാന്തരപ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് അർത്ഥമെങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാധികൾ, രോഗദുരിതങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ശമനം വന്നു ചേരുന്ന ഒരു കാലയളവാണ് 3-ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ. ധനപരമായിട്ടും വളരെ നല്ല ഫലത്തെ തന്നെയാണ് 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് മകരക്കൂറുകാർക്ക്. പക്ഷേ 2-ാം ഭാവത്തിൽ, അതായത് ചൊവ്വ 2-ലാണ് നിൽക്കുന്നത്. 2-ാം ഭാവം കൊണ്ടാണ് നമ്മൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ വിലപ്പെട്ടതായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, പേപ്പറുകൾ ഒക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്, സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം കള്ളന്മാരാൽ മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുവാനായിട്ടുള്ള ഒരു സൂചനയുണ്ട് എന്ന് മനസ്സിലാക്കുക. അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശത്രുക്കൾ നിമിത്തം തന്നെ ദുഃഖങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലം, അതേപോലെ തന്നെ വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുക, മനോവിചാര വ്യാധികൾ വന്നു ചേരുക. അപ്പൊ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. 10-ാം തീയതി വരെ ബുധൻ 4-ലാണ്. അതിനുശേഷം 4-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ 5-ലേക്കല്ല വരുന്നത്, 3-ലേക്കാണ് വരുന്നത്. 10-ാം തീയതി വരെ ബുധൻ 4-ൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കുടുംബ സുഖം അനുഭവിക്കുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പക്ഷേ 10-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. മകരക്കൂറുകാർക്ക് തന്നെ അറിയാം, കുറച്ചു കാലമായിട്ട് 4-ലാണ് വ്യാഴം. അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നു ചേരുക, ഒരേയിടത്തും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. അപ്പം ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക. സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ഫലമാണ് ശുക്രൻ 3-ൽ നിൽക്കുമ്പോൾ. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീരമായിട്ടുള്ള ഫലമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ബഹുമാന സിദ്ധി ഉണ്ടാവുക, നമ്മൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുക, നല്ല രീതിയിൽ തന്നെ ധനവും വന്നു ചേരുക. കുറച്ചു കാലമായിട്ട് 2-ലാണ് ശനി നിൽക്കുന്നത്. കുറച്ച് മോശഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 2-ാം ഭാവം കൊണ്ടാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ച് കാലമായിട്ട് ശനി 2-ലാണ്. പൊതുവെ ഒരു സുഖക്കുറവ് അനുഭവപ്പെടുക. അതേപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുക. അപ്പൊ ഈ 2-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടുള്ള മോശഫലം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പസ്വാമിയെ മനസ്സിലെത്തി വിചാരിക്കുക, ശ്രീ മഹാദേവനെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ സാധിച്ചു എന്ന് വരില്ലല്ലോ. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമ എന്നുള്ള നാമൊക്കെ കുറച്ച് കൂടുതൽ ജപിച്ചു കഴിഞ്ഞാൽ ഈ ശനിയെ കൊണ്ടുള്ള മോശഫലം നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും മകരക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അവിട്ടത്തറ, ചതയം, പൂരൂരുട്ടാതി, മുക്കാല് കുംഭക്കൂറുകാർക്ക് 2-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം. അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഒരു സൂചനയുണ്ട്. അതേപോലെ തന്നെ ഒട്ടും വിചാരിക്കാതെ തന്നെ ധനപരമായിട്ട് ചെലവുകൾ വന്നു ചേരുക.
ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദേഹകാര്യഭംഗം, വാഹനം ഉപയോഗിക്കുമ്പോൾ കുംഭക്കൂറുകാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കാര്യവിനാശം എന്ന മോശഫലത്തെയും സൂചിപ്പിക്കുന്നു. അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേരുക, നല്ല ഫലം ലഭിക്കാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും നല്ല ഫലം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിച്ചത്. ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ സൂര്യനെ കൊണ്ട് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ചൊവ്വയെ കൊണ്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നന്നായി. നമുക്ക് അറിയാവുന്നതായിട്ടുള്ള മഹാദേവന്റെ സ്തോത്രങ്ങൾ ജപിക്കാം, പഞ്ചാക്ഷര നാമം ജപിക്കാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഫലമാണ്. ഏപ്രിൽ 10 വരെ ബുധൻ 3 നിൽക്കുന്നതും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക. 10 ശേഷം ബുധൻ 3 നിൽക്കുന്നതായിട്ടുള്ള ബുധൻ 4 വരുന്നത്, 2 വരുന്നത്. 10 ശേഷം ബുധൻ 2 വരുന്നത് കുംഭക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക, നല്ല വാക് സാമർഥ്യം വന്നു ചേരുക, അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അപ്പോൾ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ മറ്റു പല ഗ്രഹങ്ങളും മോശസ്ഥാനത്ത് നിന്നാൽ പോലും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 10 ശേഷം 2 ബുധൻ വരുന്നത് കുംഭക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3 നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കുറച്ചു കാലമായിട്ട് ഈ ഫലം തന്നെയാണ് പറഞ്ഞിരിക്കുക. കർമ്മവൈകല്യം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം വന്നു ചേരാത്ത അവസ്ഥ. നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെയും മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. 2 നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ട് കുംഭക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. പല ഗ്രഹങ്ങളും മോശസ്ഥാനത്തുമാണ് കുംഭക്കൂറുകാർക്ക്, പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തുമാണ്. 2 ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക. അതുപോലെ എല്ലായ്പ്പോഴും സന്തോഷമുള്ള കുടുംബത്തോടു കൂടി സുഖമായിട്ടിരിക്കുക, ബഹുമാന സിദ്ധി വന്നു ചേരുക, നമ്മൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുക, നല്ല രീതിയിൽ തന്നെ സുഖം അനുഭവിക്കുന്ന ഒരു ഫലത്തെയാണ് 2 നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എങ്കിലും കുറച്ചു കാലമായിട്ട് ജന്മത്തിൽ ശനി നിൽക്കുന്നത് നല്ല ഫലത്തെയുമല്ല സൂചിപ്പിക്കുന്നത്. വിചാരിക്കാതെ തന്നെ അലച്ചിലുണ്ടാവുക, ഒന്ന് കഴിഞ്ഞു മറ്റൊന്ന് കഴിഞ്ഞു വേറൊന്ന്. അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോകാതിരിക്കുക. എത്ര ധനം വന്നു ചേർന്ന് കഴിഞ്ഞാലും അതേപോലെ തന്നെ ചെലവ് വന്നു ചേരുന്ന ഒരു മോശം ഫലത്തെയാണ് കുംഭക്കൂറുകാർക്ക് ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും കുംഭക്കൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജന്മത്തിലായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമഃ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക. എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ സാധിച്ചു എന്ന് വരില്ലല്ലോ. പൂരൂരുട്ടാതി കാലം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഈ വരുന്ന വാരം ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ദേഹപീഠകൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ ധനത്തിൽ ചെലവ് വന്നു ചേരുക, ഒരു സുഖക്കുറവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലത്തേക്കാൾ കുറച്ച് കൂടുതൽ മോശഫലമാണ് 12 ചൊവ്വ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പല പ്രകാരേണയുള്ള ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു മോശം ഫലത്തെ സൂചിപ്പിക്കുന്നു. നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, ദുർവ്യയങ്ങൾ സംഭവിക്കുക, അനാവശ്യമായിട്ട് തന്നെ പണത്തിന് ചെലവ് വന്നു ചേരുക, പലവിധ വ്യാധികൾ. അപ്പോൾ ഈ 12 നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളി ഭഗവതിയും മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഏപ്രിൽ 10 വരെ 2 നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, ധനസമൃദ്ധി വന്നു ചേരുക. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും 2 നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ
ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 10-ാം തീയതി വരെ കേട്ടോ. 2-ൽ നിന്നും ബുധൻ 3-ലേക്കല്ല വരുന്നത്, ജന്മത്തിലേക്കാണ് വരുന്നത്. വക്രഗതിയാണ് ബുധന്. എന്നതുകൊണ്ട് തന്നെ ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക കുറച്ച് മോശഫലമാണല്ലോ. നമ്മളുടെ വാക്കുകൾ നിമിത്തം തന്നെയാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെ നമുക്ക് തന്നെ ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമല്ലോ. ഏതൊക്കെ ഗ്രഹങ്ങൾ മോശസ്ഥാനത്ത് നിന്നാൽ പോലും 2-ൽ നിൽക്കുന്ന വ്യാഴമാണ് മീനക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. കുറച്ച് കാലമായിട്ട് 2-ലാണ് വ്യാഴം. ഈശ്വരാധീനം ഉള്ള കാലയളവിനെ തന്നെ സൂചിപ്പിക്കുന്നു. ധനപരമായിട്ട് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 2-ൽ നിൽക്കുന്ന വ്യാഴമാണ് മീനക്കൂറുകാർക്ക് ഒരു പരിധിവരെ മറ്റു പല ഗ്രഹങ്ങളും മോശസ്ഥാനത്ത് നിന്നാൽ പോലും വലിയ കുഴപ്പമില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുക. ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നല്ല ഫലമാണ്. ഭാര്യാസംഗമം, ഭർത്തൃസംഗമം വന്നു ചേരുക. അതായത് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവരാഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഒന്നിക്കുന്ന നല്ല ഫലത്തെയാണ് ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ നല്ല ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. 12-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന മീനക്കൂറുകാർക്ക് തന്നെ അറിയാം. ഒന്ന് കഴിഞ്ഞു മറ്റൊന്ന് കഴിഞ്ഞു വേറൊന്ന് ദുരിതങ്ങളാണ് കേട്ടോ. ഒട്ടും വിചാരിക്കാതെ തന്നെ അലച്ചിൽ വന്നു ചേരുക. അപ്പോൾ 12-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് അയ്യപ്പസ്വാമിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ശനൈശ്വരായ നമഃ എന്നുള്ള നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ മോശഫലത്തെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.